ഹലോ ഗെയ്സ്, ഇതിനു മുമ്പ് ഞാൻ ഒമിനിയുടെ കാരിയർ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ക്ലാമ്പ് സെറ്റ് ചെയ്യുന്നത് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതാ വീഡിയോ ആണിത്. അപ്പോൾ ആ ക്ലാമ്പ് ഇത് ആംഗ്ലറിലാണ് വളച്ചിരിക്കുന്നത്. ഇതാണ് കാരിയറിൽ വെച്ച് വെൽഡ് ചെയ്യുന്നത്. ഈ ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ ഈ വെൽഡ് ചെയ്ത ക്ലാമ്പിൻ്റെ പുറത്ത് അതിൻ്റെ ആ വാട്ടർ ചാനലിൻ്റെ ഭാഗത്ത് ഇതിനോട് ചേർത്ത് വെച്ച് മുറുക്കുന്ന ക്ലാമ്പാണിത്. അങ്ങനെ ഇതിൻ്റെ നമ്മൾ അതിനിടയ്ക്ക് അതിൻ്റെ ക്യാബിനും ഈ കാരിയറിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ് ഈ ക്ലാമ്പ് സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആംഗ്ലറിന് വെച്ച ക്ലാമ്പാണ് ഈ കാരിയറിനകത്ത് വെച്ച് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാരിയറിൽ ഒരു സൈഡിൽ 3 ക്ലാമ്പ് വെച്ചാണ് വരുന്നത്. മറ്റേ തകിടിന് വളച്ചേക്കുന്ന ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ ഈ വെൽഡ് ചെയ്യുന്ന ക്ലാമ്പിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ഈ വരുന്ന വാട്ടർ ചാനലിനകത്ത് ചേർത്ത് ഈ നമ്മൾ വെച്ച് വെൽഡ് ചെയ്യുന്ന ക്ലാമ്പിനകത്ത് വെച്ച് മുറുക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ആ തകിട് വളച്ച് ബെൻഡ് ചെയ്തേക്കുന്ന ആ ക്ലാമ്പ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഇളക്കുകയും മുറുക്കുകയും ചെയ്യുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലാമ്പിൻ്റെ അടിയിൽ നമ്മൾ ചെറിയൊരു 6mm കമ്പി കൂടെ വെച്ച് കുറുക്ക് വെച്ച് വെൽഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ താഴെ. കാരണം അപ്പോൾ ഈ വാട്ടർ ചാനൽ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാലക്രമേണ അത് പൊത്തുപോകാനുള്ള സാധ്യത കണക്കാക്കിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ കമ്പി വെച്ച് വെൽഡ് ചെയ്യുമ്പോൾ കമ്പി അങ്ങനെ അതിന് വാട്ടർ ചാനൽ കേടുപാടും സംഭവിക്കത്തില്ല. നല്ലോണം ടൈറ്റായി അവിടെ ഇരിക്കുകയും എത്ര നാൾ വേണമെങ്കിലും അതുപോലെ ഇരിക്കുകയും ചെയ്യും. അതിനാണ് അങ്ങനെ വെൽഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ അതിനുശേഷം ആ പുറത്ത് ആ തകിടിൻ്റെ ക്ലാമ്പ് വെച്ച് മുറുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു ബെഡാ ദോസ്തിൻ്റെ ഒരു ഗ്രില്ലിൻ്റെ വർക്കിനായിട്ടാണ് വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ ആ വീഡിയോയിൽ ഗ്രില്ലിൻ്റെ വർക്കിൻ്റെ ഇത് നമ്മൾ ചാനൽ സെറ്റ് ചെയ്യുന്നതും കാരിയർ സെറ്റ് ചെയ്യുന്നതും കാരിയർ പണിയുന്നതും എല്ലാ വീഡിയോകളും ഓരോ പാർട്ടായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും.